ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. നിങ്ങൾക്ക് തമ്പനയിലൊക്കെ കാണുമ്പോഴേ അറിയാം, ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. നമ്മുടെ ബർത്ത്ഡേസിൽ നമ്മളൊരു വിഷ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും ഒരു നല്ല ഹാബിറ്റാണ്. കാരണം നമുക്ക് ഭാവിയിൽ ഈ ഒരു വർഷം നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ഈ പറയുന്ന വിഷ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കതിൽ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും ആൻഡ് കുറേയൊക്കെ സാധിക്കില്ല. ബട്ട് ഫൈനലി നമുക്ക് ആ ലിസ്റ്റ് നോക്കുമ്പോൾ അറിയാമല്ലോ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സാധിച്ചു ആൻഡ് എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്നൊക്കെ. സോ ആ ഒരു തോട്ടിൽ ഞാൻ ഇപ്രാവശ്യം ഒരു വിഷ് ലിസ്റ്റ് കാർഡ് പ്രിപ്പയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു കാർഡ് പോലെ തന്നെയാണ് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ആൻഡ് ഞാൻ ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് പിൻട്രസ്റ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാർഡാണ്. നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എഴുതി വെക്കുന്നത് പോലെ തന്നെ ഇതും ഒരു റെസൊല്യൂഷനായിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. സേവ് ചെയ്ത് വെച്ചിട്ട് മാത്രം കാര്യമില്ല, നമ്മളത് സാധിക്കുകയും കൂടെ വേണം. ആൻഡ് നമുക്കത് ട്രൈ ചെയ്യാം. നമുക്ക് കുറേയധികം ട്രൈ ചെയ്ത് അതിൽ പകുതിയെങ്കിലും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ ടു ഡു ലിസ്റ്റൊക്കെ എഴുതുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം, നമ്മൾ ഈ ഓരോ ദിവസവും പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് പോകും. സോ ഈ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു വിഷ് ലിസ്റ്റ് എഴുതുന്നതിലൂടെ നമുക്ക് കുറേയധികം ലൈഫ് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വ്ളോഗ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ അൺബോക്സ് ചെയ്ത കൂട്ടത്തിൽ ഈ ഒരു സ്കെച്ച് പെൻ ബോക്സ് വാങ്ങിയിരുന്നു. സോ അത് ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴാണ് എനിക്ക് ആ ഒരു യൂസ് ചെയ്യാനുള്ള സമയം വന്നത്. ആക്ച്വലി ഞാനിതെൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിലും എൻ്റെ ബർത്ത്ഡേ ലാസ്റ്റ് മന്ത് ആയിരുന്നു, നവംബറിലായിരുന്നു. ആ സമയം ഞാൻ നിങ്ങളുമായിട്ട് ഓൾറെഡി ഷെയർ ചെയ്ത കാര്യമാണ്. നമ്മൾ വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബിസി ആയിരുന്നു. സോ ഇതിനൊന്നും ടൈം കിട്ടിയില്ല. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും പരിപാടികളും ഒക്കെ ആയതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പരിപാടികളെല്ലാം ഈ ഒരു സമയമാകുമ്പോൾ ന്യൂ ഇയർ ആയി, എൻ്റെ ബർത്ത്ഡേ ആയി. അപ്പോൾ എനിക്ക് എല്ലാം ഒരു കറക്റ്റ് ടൈമിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മൾ വേറൊരു പരിപാടിയിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് ഈ ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമല്ലോ. സോ അറേഞ്ച് ചെയ്യുവാണ്. ഈ ഒരു ബർത്ത്ഡേ കാർഡ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാർഡാണ്. സോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ആൻഡ് ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ളത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വ്ളോഗ്സിലൊക്കെ പറഞ്ഞല്ലോ. സിമ്പിളായിട്ടുള്ള കാർഡ്സൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര എളുപ്പം ആയിരിക്കും. കാരണം ഞാനിത് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് വലിയതിലേക്കൊക്കെ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ചെറിയ ചെറിയ സാധനങ്ങളാണ് ഇപ്പം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാനിത് ഒരു കേക്ക് വാങ്ങിയതാണ്. ബർത്ത്ഡേ അല്ലേ, ഇപ്പം ബർത്ത്ഡേ ടൈമിൽ വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ വാങ്ങി അതങ്ങ് ആ ഒരു വിഷമം തീർക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള ഒരു കേക്ക് കട്ടിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു കേക്കാണ് വാങ്ങിയത്. സോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, സാധാരണ ഒരു നോർമൽ കേക്കാണ്, വിത്തൗട്ട് എനി മച്ച് ഡിസൈൻ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ കുഞ്ഞ് കേക്കാണ് വാങ്ങിയത്. സോ ഈ 22 എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഞാൻ സ്വിഗ്ഗിയിലാണ് ഓർഡർ കൊടുത്തത്. അതുകൊണ്ട് ഞാൻ അവരോട് 22 എന്ന് എഴുതാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അവർ ഭംഗിയായിട്ട് എഴുതി തന്നു, കുഴപ്പമില്ല. ആൻഡ് ഇതാണ് കേക്ക്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ക്യാൻഡിൽ ഞാൻ നേരത്തെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നിങ്ങൾ നേരത്തെ വ്ളോഗ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാനിത് അൺബോക്സ് ചെയ്യുന്നത് കാണിച്ചിരുന്നു. ആ സമയം എൻ്റെ ഫസ്റ്റ് വ്ളോഗിലാണ് അതിൽ അൺബോക്സ് ചെയ്ത് കാണിച്ചതാണ്. സോ നല്ല ഒരു ക്യാൻഡിലാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ലൈറ്റൊക്കെ ചെയ്തു, ബട്ട് അത് ലൈറ്റ് ചെയ്ത ഉടനെ തന്നെ അങ്ങ് കെട്ടുപോയി. സോ എനിക്ക് ബ്ലോ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല, തന്നെ ഓട്ടോമാറ്റിക്കലി വിൻഡ് കാരണം കെട്ടുപോയി. ഞാനിത് ബാൽക്കണിയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു വിൻഡൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നവംബർ ലാസ്റ്റ് വീക്കിലുണ്ടായിരുന്ന എൻ്റെ ബർത്ത്ഡേ ഞാൻ ഡിസംബർ ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിൻ്റെ ആ ഒരു ടൈമിലായപ്പോഴാണ് കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തിയത്. എൻ്റെ ഇത്രയും ബർത്ത്ഡേസിൽ എൻ്റെ 22 ഇയേഴ്സാണ്. അപ്പോൾ ഈ 22 ഇയേഴ്സിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ലേറ്റായിട്ട് കേക്ക് കട്ടിങ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ കേക്കൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല കേക്കായിരുന്നു. ഇനി കേക്ക് എല്ലാവർക്കും കൊടുക്കാൻ പോവാണ്. സോ എൻ്റെ ഈ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. See you next time. Thanks for watching. Bye.